നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചർച്ച ചെയ്തിരുന്നു. അത് ആ കേരഫെഡിൻ്റെ ആയി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഡിസ്ക്രിപ്റ്റീവാണ് കൂടുതലും. അതിലിടയ്ക്കിടയ്ക്ക് ആബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതിൽ നമ്മളെ കുറച്ചെണ്ണം ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ചില ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചർച്ച ചെയ്യും. അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ രണ്ട് പ്രസ്താവനകൾ. ആ രണ്ട് പ്രസ്താവനകൾ അതിൻ്റെ ശരിയോ തെറ്റോ, ഏത് പ്രസ്താവന ശരി ഏത് പ്രസ്താവന തെറ്റ്. ഇവിടെ പിന്നെ ഒരു ആശ്വാസമുള്ളതെന്ന് പറയുന്നത് രണ്ട് പ്രസ്താവനകളെ തരുന്നുള്ളൂ. സാധാരണ പരീക്ഷയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട് വരുമ്പോഴത്തേക്കും കൂടുതൽ പ്രസ്താവനകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം രണ്ടെണ്ണമേ ഉള്ളൂ. അപ്പം അതിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ആൻസർ എഴുതാൻ എളുപ്പം കിട്ടും. പക്ഷെ സ്റ്റേറ്റ്മെന്റുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്തുന്നതിനുള്ള പ്രയാസം കൂടാറുണ്ട്. ചിലതിലൊക്കെ ഇതിപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളത് കൊണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, The chief of audit of a cooperative society is the registrar of cooperative audit. ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. നമ്മുടെ ഈ കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു വിങ് ഇല്ല, അത് DCA ആണ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് തന്നെ തെറ്റാണ്. ദ ചീഫ് ഓഫ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ DCA എന്നായിരുന്നു പറയേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ സെന്റൻസ് തെറ്റാണ്. രണ്ടാമത്തേത്, ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ശരിയാണ്. രജിസ്ട്രാറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് നമ്മുടെ DCA പ്രവർത്തിക്കുന്നത്, വിജിലൻസ് ഓഫീസർ പ്രവർത്തിക്കുന്നത്, ലിക്വിഡേറ്റർ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത് എല്ലാം രജിസ്ട്രാറുടെ കൺട്രോളിലാണ്. പിന്നെ ഓംബുഡ്സ്മാൻ മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതും ശരിയായ സെന്റൻസ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. താഴെ മേളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് ശരി. അപ്പോൾ രണ്ടാമത്തെ മാത്രമേ ഉള്ളത് കൊണ്ട് only 2 ഈസ് ട്രൂ എന്നുള്ള ഇതാണ് ആൻസർ. അടുത്ത, ആഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ആൻ അപ്പേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻക്ലൂഡ്സ് ദ റിപ്പോർട്ട് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഷാൽ ബി. നിങ്ങൾക്കറിയാം, കോപ്പറേറ്റീവ് ആഡിറ്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേറ്റീവ് ആഡിറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആഡിറ്റിന്റെ റിപ്പോർട്ട് ആഡിറ്റർ സമർപ്പിച്ചു കഴിഞ്ഞാൽ, സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയൊക്കെ കാര്യത്തിൽ ആഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് പൊതുയോഗത്തിൽ സംഘമാണ് വെക്കേണ്ടത്. എന്നാൽ ഈ അപ്പെക്സ് സൊസൈറ്റിയുടെ കാര്യത്തിൽ അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യുന്നത് മൊത്തം ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾ ഉൾപ്പെടുന്ന ഫേമാണ്. ഓഡിറ്റിംഗ് ഫേമാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുകളാണ് അതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത്. അവരാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഓഡിറ്റ് എന്ന് നമുക്കറിയാം. ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഫൈനാൻഷ്യൽ ഓഡിറ്റിലൂടെയാണ് എത്തിച്ചേരുന്നത്. അഡീഷണൽ ആയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും കൂടി പരിശോധിക്കാറുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റേഴ്സ് ആണ്. ഏതായാലും ആഡിറ്റ് പൂർത്തീകരിക്കുമ്പോൾ ആഡിറ്റ് റിപ്പോർട്ടിനോടൊപ്പം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന്റെയും റിപ്പോർട്ട് കാണും. ഇത് രണ്ടും, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും ഫിനാൻഷ്യൽ ആയി ബന്ധപ്പെട്ട ആഡിറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി അപ്പെക്സ് സംഘങ്ങളുടെ കാര്യത്തിൽ മാത്രം, അപ്പെക്സ് സംഘത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് വേണം നിയമസഭയെ വെക്കാൻ. അല്ലാതെ അപ്പെക്സ് സംഘത്തിന്റെ കാര്യത്തിൽ സംഘമല്ല നിയമസഭയിൽ വെക്കുന്നത്,
അപ്പെക്സ് അംഗമല്ല വെക്കുന്നത്, DCA അല്ല വെക്കുന്നത്, രജിസ്ട്രാർ അല്ല വെക്കുന്നത്. അത് വെക്കുന്നത് ഗവൺമെന്റ് കൊണ്ടുവന്ന് നിയമനിർമ്മാണ സഭയായ ലെജിസ്ലേറ്റീവ് അസംബ്ലി വെക്കണം. അപ്പൊ അവിടെ ആരാണ് വെക്കേണ്ടതെന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇതിപ്പം നോക്കാം നമുക്ക്. ലെയ്ഡ് ബൈ ദ ഓഡിറ്റർ ബിഫോർ ദ ജനറൽ ബോഡി. ആഡിറ്റർ ജനറൽ ബോഡി വെക്കണം എന്നെങ്ങനെ പറയുന്നില്ല. എന്നാൽ സംഘങ്ങളുടെ എല്ലാം ആഡിറ്റ് റിപ്പോർട്ട് ജനറൽ ബോഡി വെക്കണം. അത് കമ്മിറ്റിക്ക് ലഭിച്ചു കഴിയുമ്പോൾ കമ്മിറ്റി പൊതുയോഗത്തിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആഡിറ്റർ അല്ല, പൊതുയോഗത്തിൽ വെക്കണം എന്നുള്ളത് ശരിയാണ്. അത് ആഡിറ്റർ വെക്കും എന്നുള്ളത് തെറ്റായ ഒരു സെന്റൻസ് ആണ്. ലെയ്ഡ് ബൈ ദ ഡയറക്ടർ ബിഫോർ ദ മാനേജ്മെന്റ് കമ്മിറ്റി. മാനേജ്മെന്റ് കമ്മിറ്റി മുമ്പാകെ ഡയറക്ടർ വെക്കണം. അതൊരു ശരിയായ സെന്റൻസ് അല്ല. ലെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതൊരു ശരിയായ പോയിന്റാണ്. ലെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ബിഫോർ ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. അതും തെറ്റായ ഒരു സെന്റൻസ് ആണ്. അപ്പൊ അത് മൂന്നും തെറ്റാണെന്നുള്ളത് ഇത് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ച് നേരിട്ട് ഇതിലേക്ക് എത്താൻ പറ്റും, തെറ്റുകളൊന്നും അറിയാതെ തന്നെ. പക്ഷെ ഒരു വിവരവും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഒരു പരിധി വരെ എല്ലാം ശരിയാണെന്ന് തോന്നും. പിന്നെയും തള്ളാൻ ചാൻസ് ഉള്ളത് നിയമസഭയുടെ കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രത്യേക നിങ്ങൾക്ക് അറിയാവുന്ന ആയതുകൊണ്ടും പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉറപ്പാണ്. അല്ലാതെ ഒന്നും അറിയാതൊരു നമ്മൾക്ക് തന്നെ പല ക്വസ്റ്റ്യൻസുകളും എന്താണെന്നൊരു വ്യക്തതയില്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ ചോയ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ ചോയ്സും ചിലപ്പോൾ ശരിയാണെന്ന് ഒക്കെ തോന്നാറില്ലേ? ഇവിടെ ആ പ്രശ്നമില്ല. ഇവിടുത്തെ ആൻസർ ഗവൺമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മുമ്പാകെ വെക്കും. അതാണ് ആ ആൻസർ. അടുത്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ്, അതിന് 2 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ലോയുടെ ഭാഗത്തെ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാതൊക്കെ ഇട്ടിരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ട്, പക്ഷെ ഈ പരീക്ഷയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം സ്റ്റേറ്റ്മെന്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സെക്രട്ടറി. ചില ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ഒരു നിലവാരമോ ക്ലാരിറ്റി ഉള്ളതോ അല്ല. എങ്കിലും നമുക്കൊരു ചർച്ചയിലൂടെയും ഒരു തീരുമാനത്തിൽ ഇന്നതൊക്കെ ആകാം എന്ന് കണ്ടെത്തുക എന്നല്ലാതെ ഇതൊരു ക്വസ്റ്റ്യനോ നല്ലൊരു ക്വസ്റ്റ്യൻ എന്നോ ഒന്നും പറയാൻ ഒക്കുന്ന ഒരു സെന്റൻസുകളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ചോയ്സ് അതിനേക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അതൊരു വല്ലാത്ത രീതികളിലുള്ള ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാനൊക്കത്തെ ഇതിനേക്കാൾ എത്രയോ നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ ചോദിക്കാവുന്നതും നമുക്കൊക്കെ അറിവുള്ള നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട അറിവുള്ളതും ഒക്കെ ചോദിക്കാം. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് ഏതോ പുസ്തകത്തിലോ എവിടെയെങ്കിലും കണ്ട 1-2 സെന്റൻസ്. സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയോ ജോലികൾ സെക്രട്ടറിക്കുണ്ട്. അതിനൊന്നും വേണ്ടത്ര പ്രാധാന്യമില്ലാത്ത 2 എടുത്തിട്ടിരിക്കുന്നു. എന്താണ് സെക്രട്ടറിയുടെ പല മേഖലയിൽ, ഓഡിറ്റിന്റെ മേഖലയിൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കി രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്ന കാര്യത്തിൽ ബുക്കുകളൊക്കെ എഴുതി വെക്കുന്ന കൂട്ടത്തിലൊക്കെ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ബുക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നൊക്കെ. ഇവിടെ വന്നിരിക്കുന്നത് ആരുടെ കയ്യിലാണ് മിനിറ്റ്സ് ബുക്ക് വെച്ചിരിക്കുന്നതെന്ന ചോദ്യം. ഇത് വേറെ ഏതോ ഒരു ബുക്കിനകത്ത് അതിനകത്ത് കണക്ട് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇടയ്ക്കും വേറെ വാക്കുകൾ കാണും. അതുകൂടെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റുകളുടെ എല്ലാം കറക്റ്റ് ആകേണ്ടത്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ ഒരെണ്ണം ആദ്യം കൊടുത്തു, പിന്നെ ഒരെണ്ണം അവിടെ കൊടുത്തു. അത് ഒരു വ്യക്തതയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പം ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സെക്രട്ടറി. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ വൈഡ് റേഞ്ച് ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഗോട്ട് ബൈ ദ ജനറൽ പബ്ലിക് ഫ്രം ദ ഇൻഡിവിജ്വൽ സെല്ലേഴ്സ് ബിറ്റ്വീൻ ടു ദ പാനൽ ആൻഡ് ദ ഇൻഡിവിജ്വൽസ്. എന്താ സെന്റൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ എന്തുവാണെന്നോ ഇത് എവിടുന്ന് കിട്ടിയെന്നോ ഉള്ളത് നമുക്ക് സംശയമാണ്. പിന്നെ ശരിയാണ്, സെക്രട്ടറിയാണ് പബ്ലിക്കുമായിട്ട് കൂടുതൽ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നത്.
സെക്രട്ടറിയാണ് സംഘവുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടൻസ് നടത്തേണ്ടത്. അതൊക്കെ ഓക്കെ, അങ്ങനെയൊക്കെ കിടക്കുന്നത് കൊണ്ട് അത് ശരിയാണെന്ന് പറയാം എന്നല്ലാതെ ഈ ഒരു സെന്റൻസ് എവിടുന്ന് ഒപ്പിച്ച് കിട്ടിയോ നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അല്ലെന്ന് തോന്നുന്നു എങ്ങാണ്ട് ഒരു സെന്റൻസ് കൊണ്ടിട്ടേക്കും. ഇതിനേക്കാൾ എത്രയോ നല്ല ക്വസ്റ്റ്യൻ ഈ സാധാരണ ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാനാക്കാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കും. ഏതായാലും ഒരു കാര്യമാണ്, ഈ പബ്ലിക്കുമായിട്ടും ഒക്കെ കറസ്പോണ്ടൻസ് ജനറൽ പബ്ലിക്കുമായിട്ട് നടത്തേണ്ടത് ഒക്കെ കമ്മിറ്റിക്കാരല്ല, സെക്രട്ടറിയാണ് എപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം, ഒരു സംഘത്തിന്റെ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മിൻസ് ബുക്കിനകത്ത് കാണും. അപ്പം മിൻസ് ബുക്കിനകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ തീരുമാനങ്ങളെല്ലാമാണ് സെക്രട്ടറി എന്ന രീതിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന പേരിൽ ഉള്ള ആളെ ആ ഒരു കൊല്ലം ആ ഒരു മാസം നടപ്പിലാക്കേണ്ടത്. ഒരു കമ്മിറ്റി കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നമ്മുടെ സെക്രട്ടറി നടപ്പിലാക്കാൻ പാടുള്ളൂ. അത് നടപ്പിലാക്കേണ്ടത് സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും കൂടിയാണ്. പക്ഷെ അതിന്റെ ചീഫായിട്ടുള്ള ആള് സെക്രട്ടറി ആയതുകൊണ്ടാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് മിൻസ് ബുക്കിനകത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതാണ് സെക്രട്ടറി എന്ന രീതിയിൽ നടപ്പിലാക്കേണ്ടത്. തീരുമാനമെടുക്കാത്ത ഒരു കാര്യവും നടപ്പിലാക്കാനും പാടില്ല. അതൊരു മിൻസുമായിട്ട് ബന്ധമുണ്ട് നടപ്പിലാക്കേണ്ട കാര്യത്തിൽ. പിന്നെ ഏതെങ്കിലും സംഘത്തെ പറ്റിയുള്ള എന്തെങ്കിലും പരാതികളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും സംഘത്തിന് കിട്ടുമ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സംഘം മറുപടി കൊടുക്കുമ്പോഴും സംഘമാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ സെക്രട്ടറി എന്തായാലും ആ പേപ്പർ കമ്മിറ്റി മുമ്പാകെ വെക്കും. കമ്മിറ്റിയിൽ പരിശോധിച്ച് അതിന്മേൽ ഒരു തീരുമാനം എടുക്കും. അത് പരാതിയെ സംബന്ധിച്ചാണെങ്കിലും എന്തുവാണെങ്കിലും അത് എഴുതും. അത് മിൻസിനകത്ത് എഴുതും. ആ എഴുതുന്ന ആ മിൻസിന്റെ ആ തീരുമാന നമ്പരും ഡേറ്റും ഇട്ട് കമ്മിറ്റിക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ആ തീരുമാനമാണ് മറുപടിയായിട്ട് കൊടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സെക്രട്ടറി സ്വമേധയാ അങ്ങ് മറുപടി കൊടുക്കുകയല്ല. അത് കമ്മിറ്റി വെക്കുന്നു, അത് മിൻസ് ചെയ്യുന്നു. ആ മിൻസിന്റെ കോപ്പി ആ പരാതിയായിട്ട് ബന്ധപ്പെട്ട ആരാണോ മറുപടി ചോദിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്നു. ആ മിൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെക്രട്ടറിയാണ് എന്നുള്ളതാണ്. ഇവിടെ അതായിരിക്കാം മിൻസില് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി മിൻസില് എടുത്ത തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും കൊടുക്കുകയും അതിന്റെ നടപടികളൊക്കെ മുന്നോട്ട് നീക്കുകയൊക്കെ ചെയ്യുന്നത് മിൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സെക്രട്ടറി ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണോ ഏതെങ്കിലും ബുക്കിൽ അങ്ങനെ എഴുതിയെന്ന് അറിയത്തില്ല. ഏതായാലും ഇവിടെ അതും ഒരു ശരിയായ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എത്രമാത്രം ഇത് ഒരു ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് മറ്റു കാര്യം. ഏതായാലും ഏതെങ്കിലും കറസ്പോണ്ടൻസ് സെക്രട്ടറി നടത്തുന്നെന്നുള്ളത് ബുക്ക്, പിന്നെ ബാക്കിയുള്ള ഭാഗം എല്ലാം കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവുമെങ്കിലും രണ്ടും ശരിയാണ്. ഈ സെക്രട്ടറി മിൻസ് സൂക്ഷിക്കുന്നു, അതിലാണ് തീരുമാനം, അതാണ് ഒരു തീരുമാനമായിട്ട് അറിയിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയാണെങ്കിൽ ഈ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ഒന്നാമത്തെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് രണ്ടാമത്തെ എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ ഒന്നും അറിയുന്നില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി അത് ശരിയായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി കൺവെൻഡ് വിതിൻ ഹൗ മെനി മന്ത്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. എത്ര മാസത്തിനകം ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് അത് ജനറൽ ബോഡി കൂടണം? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 6 മാസമാണ്. സാമ്പത്തിക വർഷം കഴിഞ്ഞ് 6 മാസത്തിനകം ആനുവൽ ജനറൽ ബോഡി കൂടിയിരിക്കണം. അത് കൂടാതിരുന്നാൽ ആ എക്സ്പയറി കഴിഞ്ഞ് 90 ദിവസത്തിനകം രജിസ്ട്രാർ വിളിച്ചു കൂട്ടുമെന്നും നമ്മുടെ നിയമത്തിലുണ്ട്. അതിവിടെ പ്രസക്തമല്ല. ഇവിടെ 6 മാസമാണ്. ഈ 6 മാസത്തിനകം വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ
ആ 6 മാസം കഴിയുന്ന ഡേറ്റ് മുതൽ 90 ദിവസത്തിനകം രജിസ്ട്രാർക്ക് വേണമെങ്കിലോ രജിസ്ട്രാർ എംപവർ ചെയ്യുന്ന ആളിന് വിളിച്ചു കൂട്ടാമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സാധാ ക്വസ്റ്റ്യനാണ്. ഇത് പിന്നെ നിങ്ങള് സ്ഥിരം പരീക്ഷയൊക്കെ കാണുന്നതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത് 7th ഷെഡ്യൂളിലാണ്. 7th ഷെഡ്യൂളിനകത്തില് 2nd ലിസ്റ്റിലാണ്, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെ 32ാമത്തെ ഐറ്റമായിട്ടാണ്. അപ്പോൾ ഷെഡ്യൂൾ 7 ലിസ്റ്റ് 2 അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്, അതിൽ ഐറ്റം 32. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്നത്. ഇത് മാറി മാറി പലതും ചോദിക്കാറുണ്ട്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ആർട്ടിക്കിളെല്ലാം കഴിഞ്ഞ അവസാനം ഷെഡ്യൂളുകളുണ്ട്. ആ 10-20ലധികം ഷെഡ്യൂളുകളുണ്ട്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മുടെ കോർപ്പറേഷനെ പറ്റി പറയുന്നത്. ആ ഷെഡ്യൂളിൽ തന്നെ 3 ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത് 1ാമത്തെ ലിസ്റ്റ്, 2ാമത്തെ ലിസ്റ്റ്, 3ാമത്തെ ലിസ്റ്റ്. ഇതിൽ കുറച്ചേറെ സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്, ഇതിലും കുറച്ച് സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്, ഇതിലും കുറച്ച് സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ എണ്ണി പറയുന്നത് 32ാമത്തെ കിടക്കുന്നത് കോർപ്പറേഷനാണ്. അതാണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ 7 ആണ്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സത്യത്തില് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ക്ലാരിറ്റി ഇല്ലാന്ന് മാത്രമല്ല, ചോദ്യം തന്നെ അവ്യക്തമാണ്, വ്യക്തതയില്ലാത്ത ചോദ്യമാണ്. നമ്മുടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചായിരുന്നു, ഈ ആഡിറ്റിന്റെ സെക്ഷൻ എത്രയാണെന്ന്. ആഡിറ്റിന്റെ അല്ല, ബുക്സ്, റെക്കോർഡ്സ് അതെല്ലാം അസസ് ചെയ്യാനുള്ള അധികാരം ആഡിറ്റർക്കുണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അത് 17 നമ്മൾ പഠിച്ചു. ഇവിടെ അത് തെറ്റാണ്. കാരണം 1912 ആക്ടിലാണ് അങ്ങനെ കിടക്കുന്നത്. അത് ക്ലാരിറ്റിയോടുകൂടി ചോദിക്കാത്തിടത്തോളം ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. എന്തോ അവ്യക്തമായിട്ടുള്ള ഏതോ വായിച്ചിട്ടിട്ട ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ സെക്ഷന്റെ ഏതെങ്കിലും ബുക്കിനകത്തിൽ ആ സെക്ഷന്റെ കുറച്ച് കണ്ടതിനകത്ത് നിന്ന് എടുത്തിട്ടതാ. 69 സെക്ഷൻ ഉണ്ടെന്നുള്ള, കേരളത്തിൻ്റെതായ ഒരു സെക്ഷൻ ഉണ്ടെന്നുള്ള, ക്ലിയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം ഇല്ലാതെയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് മറന്നോ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ, എ മെമ്പർ ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. നമ്മുടെ നിയമം അനുസരിച്ച് 1969 ശേഷം അൺലിമിറ്റഡ് ലയബിലിറ്റി രജിസ്റ്റർ ചെയ്യാൻ നമ്മൾക്ക് നിയമമില്ല. നമ്മുടെ നിയമത്തിൽ അൺലിമിറ്റഡ് സംഘത്തിന്റെ കാര്യത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും, അതായത് അൺലിമിറ്റഡ് സംഘങ്ങൾ 69 മുൻപുള്ളത് അത് തുടരുന്നെങ്കിൽ തുടർന്നോട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അൺലിമിറ്റഡ് സംഘം തുടങ്ങാനുള്ള ഒരു ക്ലോസും നമ്മുടെ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ട് അൺലിമിറ്റഡ് സംഘത്തിന്റെ പറ്റിയുള്ള ഒരു കാര്യവും നമ്മുടെ സെക്ഷനിൽ കയറ്റിയിട്ടില്ല. അൺലിമിറ്റഡ് സംഘം എങ്ങനെ ബൈലാമെന്റ് ചെയ്യണമെന്നോ, അൺലിമിറ്റഡ് സംഘത്തിൽ ഷെയർ എങ്ങനെ ആയിരിക്കണമെന്നോ, അൺലിമിറ്റഡ് സംഘത്തിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നുമേ നമ്മുടെ നിയമത്തിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അൺലിമിറ്റഡ് സംഘം 69 നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ നിയമമില്ല. അതിന് മുമ്പുള്ളത് വേണമെങ്കിൽ ലിമിറ്റഡ് ആക്കാം, അല്ലെങ്കിൽ അങ്ങനെ തുടരാം. അങ്ങനെ തുടരുന്ന സംഘത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ നിയമത്തിലില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അൺലിമിറ്റഡ് സംഘങ്ങളെല്ലാം ഒരു ബുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അൺലിമിറ്റഡ് സംഘങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾ 29 നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സൂക്ഷിക്കേണ്ട ബുക്കിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ എടുത്തു പറയുന്നുണ്ട്, അൺലിമിറ്റഡ് സംഘങ്ങൾ
ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന്. അതാണ് അൺലിമിറ്റഡുമായി ബന്ധപ്പെട്ട് നമ്മളെ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം. പിന്നെ അടുത്ത് പറയുന്നത് അൺലിമിറ്റഡ് സംഘങ്ങൾ ലോൺ കൊടുക്കുമ്പോൾ പരമാവധി 5 കൊല്ലത്തേക്കേ കൊടുക്കാവൂ. മറ്റു സംഘങ്ങളുടെയൊക്കെ 10 കൊല്ലമാക്കിയിട്ടുണ്ട് നമ്മുടെ നിയമത്തിൽ. അങ്ങനെയെങ്കിൽ എന്നാലും അൺലിമിറ്റഡ് സംഘം 5 കൊല്ലമേ കൊടുക്കാവൂ എന്നൊരു പോയിന്റ് നമ്മുടെ നിയമത്തിൽ കിടപ്പുണ്ട്, ഈ റെസ്ട്രിക്ഷൻ ഓൺ ലോൺ എന്ന ഭാഗത്ത്. ഇങ്ങനെ അപൂർവം 1-2 ഇടത്ത് മാത്രമേ അൺലിമിറ്റഡ് സംഘത്തെ പറ്റി പറയുന്നുള്ളൂ. പിന്നീട് ഈ അൺലിമിറ്റഡ് സംഘത്തിന്റെ കാര്യത്തിൽ മറ്റൊരിടത്ത് പറയുന്നത് നമ്മുടെ ഷെയർ എടുത്ത് ആളുകൾ, നേരത്തെ സംഘം രൂപീകരിച്ചപ്പോൾ അന്ന് ഷെയർ എടുത്ത ആളുകളുടെ ഷെയർ പിൻവലിക്കാൻ നേരത്ത് അയാൾക്ക് അതിന്റെ ഷെയറിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എങ്ങനെ എന്നൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ലിമിറ്റഡ് സംഘത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഷെയർ പിൻവലിക്കുമ്പോൾ എങ്ങനെയെന്നും അൺലിമിറ്റഡ് സംഘത്തിന്റെ കാര്യത്തിൽ ഷെയർ പിൻവലിക്കുമ്പോൾ എങ്ങനെയെന്നും പറയുന്നുണ്ട്. അതും ലിമിറ്റഡ് സംഘമാണെങ്കിൽ ആ ലാസ്റ്റ് ബാലൻസ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ അസറ്റും ലയബിലിറ്റിയും മനസ്സിലാക്കിയാണ് കൊടുക്കേണ്ടതെന്നും, അൺലിമിറ്റഡ് സംഘമാണെങ്കിൽ അയാളുടെ വാങ്ങിച്ച തുക കൊടുക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നതല്ലാതെ നമ്മുടെ നിയമത്തിലൊന്നും തന്നെ ഈ അൺലിമിറ്റഡ് സംഘത്തിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല. ട്രാൻസ്ഫർ പറയുന്നുണ്ട്, അത് സെക്ഷൻ 23 പറയുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റി. അത് ലിമിറ്റഡ് സംഘത്തിന്റെ കാര്യമാണ് പ്രതിപാദിക്കുന്നത്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 2 കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മുടെ 69 സെക്ഷൻ ആക്ടില് 23 സെക്ഷൻ പറയുന്നത് റെസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ആണ്. അതിൽ പറയുന്നുണ്ട് കുറഞ്ഞത് 3 കൊല്ലം ഷെയർ കൈവശം വെച്ചിരിക്കണം. 69 ആക്ടില് സെക്ഷൻ 23 പറയുന്നുണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 3 കൊല്ലം വെച്ചിരിക്കണം. രണ്ടാമത് കമ്മിറ്റി അംഗീകരിക്കണം. ഈ 2 ക്ലോസ് ആണ് 69 ആക്ടില് 23 സെക്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ച് അൺലിമിറ്റഡ് എന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നു. അൺലിമിറ്റഡ് സംഘത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഒരു കാരണവശാലും അൺലിമിറ്റഡ് സംഘം ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, ഇതിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലാണ്. ഇത് സത്യത്തിൽ ഇത് 12 ആക്ടിലെ ഒരു സെന്റൻസാണ്. അപ്പോഴും ഒരു തെറ്റാവർത്തിച്ചിരിക്കുകയാണ്, വ്യക്തതയില്ല. അവിടെ ഇത് ആൻസറായിട്ടോ അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ആയിട്ടോ അംഗീകരിക്കണമെങ്കിൽ ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിക്കണം. ഇവിടെയും ആ ചോദ്യമില്ല. നമ്മുടെ 69 ആക്ട് ആയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ചോദിച്ചില്ലെങ്കിലും 69 ആക്ടിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രത്യേകിച്ച് അത് ഏത് ആക്ട് എന്ന് ചോദിക്കാതെ ആ ചോയ്സുകളാ കടന്നതെങ്കിൽ മിനിമം 3 years അപ്രൂവ്ഡ് ചെയ്ത കമ്മിറ്റി അങ്ങനെ 2 പോയിന്റ് ഇട്ട് ബാക്കി ഏതെങ്കിലും പോയിന്റ് ഇട്ടിട്ട് കറക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. 69 പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഉള്ള നിയമവും നമ്മൾക്ക് നിയമപരമായിട്ടുള്ളതും അതായതുകൊണ്ട് മറ്റെന്നോ കാലഹരണപ്പെട്ടു പോയ ഒരു നിയമത്തിലെ ആ പോയിന്റ് എടുത്ത് ആക്ട് ഏതാന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കാതെ 69 ആണെങ്കിൽ പ്രതിപാദിച്ചില്ലെങ്കിലും നമുക്ക് നിലനിൽക്കുന്ന ഒരു ആക്ട് എന്ന രൂപത്തിൽ അതിന്റെ ആൻസറിന് വ്യക്തമായി ചോദിച്ചില്ലയോ എന്ന് ചോദിക്കാനൊക്കത്തില്ല. ഇത് 12 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കേണ്ടതായിരുന്നു. 12 ആക്ട് കിടപ്പുണ്ട് സെക്ഷൻ 14 സെക്ഷൻ 14 സബ്സെക്ഷൻ 2 പറയുന്നതാണ് ഈ പോയിന്റുകൾ. ഇതിന്റെ ആൻസറായിട്ട് പഠിക്കാൻ പോകുന്നത് അവിടെ ഇത് കിടപ്പുണ്ട്, ശരിയാ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 സെക്ഷൻ 14 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്
അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘങ്ങളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് മിനിമം 1 കൊല്ലമെങ്കിലും കൈവശം വെച്ചിരിക്കണം. അപ്പോൾ ഇതൊരു കറക്റ്റ് സെന്റൻസ് ആണ്. ഇതാണ് ഒരു കണ്ടീഷൻ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിയമത്തിൽ മിനിമം 3 years ആണ്. രണ്ടാമത് വീണ്ടും 6 months. ഇത് 1 year ആണെന്ന് അറിഞ്ഞാൽ ഇത് 6 months എടുക്കേണ്ട കാര്യമില്ല. ട്രാൻസ്ഫർ ആൻഡ് ചാർജ് ചേഞ്ച് ട്രാൻസ്ഫർ a member of a registered society with unlimited liability cannot transfer any share held by him or his interest in the capital of the society. അതിൽ ഒന്നാമത്തെ he has held that share at least 1 year. അതാണ് ഒന്ന്. അടുത്ത മൂന്നാമത്തേത് ട്രാൻസ്ഫർ ആൻഡ് ചേഞ്ച് ആർ made to the society or to a member of the society. നമ്മുടെ ഇപ്പോഴത്തെ നിയമത്തിൽ ഞാനൊരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റൊരു മെമ്പർക്കായിരിക്കും എന്ന് പറയുന്നില്ല, ആയിരിക്കണം എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്കായിരിക്കണം കൈമാറേണ്ടത്, മെമ്പറിനോ സൊസൈറ്റിക്ക് ഷെയർ കൈമാറാവൂ എന്നിപ്പോ പറയുന്നില്ല. നമ്മളോട് പറയുന്നത് ഷെയർ കൈമാറാൻ 2 കണ്ടീഷനേ ഉള്ളൂ ഇപ്പം. ഒന്ന് 3 കൊല്ലം കൈവശം വെച്ചിരിക്കണം. കൈമാറാൻ അപേക്ഷ കൊടുക്കുമ്പോൾ ആർക്ക് കൈമാറണമെന്ന് ഇവിടെ ചേർത്ത് അപേക്ഷ കൊടുക്കുമ്പോൾ അത് കമ്മിറ്റി അംഗീകരിച്ചാൽ മതി. അത് മെമ്പറോ നോൺ മെമ്പർക്ക് കൈമാറേണ്ട എന്ന കാര്യമൊന്നും പറയുന്നില്ല. മെമ്പർക്കേ കയറാവുന്നോ നോൺ മെമ്പേഴ്സിന് പാടില്ല എന്നൊന്നും അവിടെ പറയുന്നില്ല നമ്മുടെ നിയമത്തിൽ. നമ്മുടെ നിയമം ഞാൻ പറയുന്നത് 69. ഇത് നമ്മുടെ നിയമം തന്നെയാണ്, നമ്മളത് ധിക്കരിക്കേണ്ട. നമ്മുടെ പഴയ നിയമമാണ്. അതിൽ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവജ്ഞയോട് തള്ളുകയല്ല, എങ്കിലും ആ വാക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് സൊസൈറ്റിക്കോ മെമ്പർമാർക്ക് ട്രാൻസ്ഫർ ചെയ്യാവൂ എന്നും 1 കൊല്ലം കൈവശം വെക്കണമെന്ന് ഉള്ളൂ ആകെ അവിടുത്തെ കണ്ടീഷൻ. കമ്മിറ്റി തീരുമാനിക്കണമെന്നോ എന്നൊന്നും അവിടെ ഇല്ല. ഇവിടെ എന്നാൽ ആർക്ക് കൈമാറാവുന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. കമ്മിറ്റി തീരുമാനിക്കണം, 3 കൊല്ലം വേണം. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത് ഒരു ശരിയായ കണ്ടീഷനാണ്. അടുത്തത് അതിനോട് ബന്ധപ്പെട്ട് തെറ്റായ കമ്മ്യൂണിറ്റിക്ക് ആയതുകൊണ്ട് സൊസൈറ്റിക്കോ മെമ്പർക്കോ കൈമാറരുതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത് രണ്ടും ഇതിനോട് കണക്ട് ചെയ്ത് തെറ്റായ 2 സെന്റൻസുകളാണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇതൊരിക്കലും ഈ ക്വസ്റ്റ്യൻ നമ്മളെ തെറ്റാണെന്ന് പറഞ്ഞാൽ വ്യക്തമായ ക്വസ്റ്റ്യൻ അല്ലാത്തത് കൊണ്ട്, എങ്കിലും പിന്നെ ഇതെവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണല്ലോ ക്ലാസ്സിൽ ഇരിക്കുന്നുള്ളത് കൊണ്ട് അതിന്റെ കാര്യങ്ങളെ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഇതിന്റെ ശരി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് 12ലെ ആക്റ്റാണ്. എന്തായാലും ഈ പറഞ്ഞു പോകുന്നതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അടുത്തത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പ്രോപ്പർട്ടി ആഡിറ്റിന്റെ ഒരു സീക്വൻസ്. അത് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ആഡിറ്റുമായി ബന്ധപ്പെട്ട്. പ്രോപ്പർട്ടി ആഡിറ്റിലാണ് നിങ്ങൾക്കറിയാം 2 ആഡിറ്റ് ഉള്ളത്, ഫിനാൻഷ്യൽ ആഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആഡിറ്റ്. അപ്പം പ്രോപ്പർട്ടി ആഡിറ്റുമായി ബന്ധപ്പെട്ടൊരു ഇതുണ്ട്. ആദ്യം മറ്റ് ആഡിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ വൗച്ചിങ്ങും പോസ്റ്റിംഗ് പരിശോധിക്കുക അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പറയുമ്പോൾ അതെല്ലാം ഫൈനാൻഷ്യൽ മെക്കാനിക്കൽ ഓഡിറ്റിന്റെ ഭാഗമാണ്, വൗച്ചിങ്ങും. അപ്പൊ അതൊക്കെ ആദ്യത്തെ പണി. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആഡിറ്റാണ് ചെയ്യേണ്ടത്.
അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് വെച്ചാൽ ആ സംഘം ചെയ്തിരിക്കുന്ന നിയമപരമായ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഓവർ ഡ്യൂ കുടിശ്ശിക സംഘത്തിൽ മുതലിലും പലിശയിലും എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുക, തീരുമാനങ്ങൾ അനുസരിച്ചാണോ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളാണോ നടപ്പിലാക്കിയിരിക്കുന്നത്, കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ നിയമപരമായിട്ടാണോ, ഇതൊക്കെ പരിശോധിക്കുന്നതാണ്. ബൈലാ പ്രകാരമാണോ ലോണിന്റെ എമൗണ്ട് ടോട്ടൽ കൊടുത്തിരിക്കുന്നത്, IMBP ഒക്കെ ബൈലാ അനുസരിച്ചായിരുന്നു. ഇങ്ങനെയുള്ള ഭരണപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അത് മെക്കാനിക്കൽ ഓഡിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്. രണ്ടാമത് ഇതാണ്. പിന്നെ ഓഡിറ്റ് സംഘത്തെ പോയി ചെയ്തു തീർക്കും. മെക്കാനിക്കലും ചെയ്തു, അഡ്മിനിസ്ട്രേറ്റീവും ചെയ്തു. എന്നിട്ട് അടുത്ത പണി ആഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. കോപ്പറേറ്റീവ് ആഡിറ്റർ തന്നെയാണ് ഫിനാൻഷ്യൽ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. കോപ്പറേറ്റീവ് ആഡിറ്റിൽ മാത്രമാണ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ട്രേഡിങ് ആൻഡിലെ ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കി അതും ആഡിറ്റ് റിപ്പോർട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് അടുത്ത പണിയാണ്. അതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആണ്. അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരുന്നത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആണ്, ഫിനാൻഷ്യൽ അല്ല. അത് പോട്ടെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കുന്നത് സാധാരണഗതിയിൽ സെക്രട്ടറിയാണ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആണ് ആഡിറ്റർ ചെയ്യാക്കുന്നത്. നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ടു പ്രിപ്പയർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിതിൻ 1 month ഫ്രം ദ ക്ലോസ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ. ചില ബുക്കിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ആയിരിക്കാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മുടെ പഠിക്കുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ആഡിറ്റിന് വേണ്ട സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ആഡിറ്റർ തയ്യാറാക്കുന്ന ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഇത് ആ ബുക്കിൽ നിന്ന് പകർത്തി ഏതെങ്കിലും ബുക്കിൽ നിന്ന് കിട്ടിയാക്കാം. ഓക്കെ, രണ്ടായാലും കുഴപ്പമില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആയിക്കോട്ടെ. അതാണ് മൂന്നാമത് തയ്യാറാക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ആഡിറ്റ് റിപ്പോർട്ട്, അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് ആഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. ആഡിറ്റ് റിപ്പോർട്ട് 19 പേജുള്ള ഒരു ബുക്കാണ്. അത് തയ്യാറാക്കി അത് അതോറിറ്റിയുടെ മുമ്പാകെ, DCയുടെ മുമ്പാകെ, അല്ല DC അധികാരപ്പെട്ടിട്ടുള്ള DCയുടെ അധികാരം കൊടുത്തിരിക്കുന്ന ADക്കോ JDക്കോ ആരാണോ അയാളെ അതിന് ചുമതലപ്പെടുത്തിയത് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഓർഡർ വരുമ്പോൾ 1, 3, 2, 4 എണ്ണം. ഇത് ഒന്നാമത്, ഇതാണ് രണ്ടാമത് വരേണ്ടത്, ഇത് മൂന്നാമത്, ഇത് നാലാമത്. അതാ ഓർഡർ. ആദ്യം 1 വരണം, പിന്നെ അടുത്തത് ക്രോണോളജിക്കൽ ഓർഡറിൽ മൂന്നാമത്തെയാണ്, അടുത്തത് 2, 4 അങ്ങനെ വേണം. മെക്കാനിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പ്രിപ്പറേഷൻ, സബ്മിഷൻ. അതാണ് അതിന്റെ ഒരു ആൻസർ. എന്തോ നമ്മള് മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആണ്. പണപരമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു സംഘത്തിലേക്ക് ഈ ചോദിച്ച ആള് ആഡിറ്ററായിട്ട് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ആദ്യം ക്യാഷ് പരിശോധിക്കുന്നു. ക്യാഷ് പരിശോധിച്ച് ഫസ്റ്റ് ഡ്യൂട്ടി കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് പരിശോധിക്കുന്നു. പിന്നെ വൗച്ചറും ഡേ ബുക്കുമായിട്ട് പരിശോധിക്കുന്നു. ഡേ ബുക്കും ജനറൽ ലെഡ്ജറുമായി പരിശോധിക്കുന്നു. ജനറൽ ലെഡ്ജറും R&Dയുമായി പരിശോധിക്കുന്നു. അങ്ങനെ
ഓരോ മാസത്തെയും ആറാൻറ്റി പരിശോധിക്കുന്നു. ഒടുവിൽ ആനുവൽ ആറാൻറ്റി പരിശോധിക്കുന്നു. ആനുവൽ ആറാൻറ്റിയിൽ നിന്ന് P&L-ഉം ട്രേഡിങ്ങും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവരി ഐറ്റം ട്രാൻസാക്ഷൻ വിത്ത് അതിന്റെ എവിഡൻസുമായിട്ട് പരിശോധിച്ച് കണക്കുകളെല്ലാം തയ്യാറാക്കി, എന്നുവെച്ചാൽ ഒരു കോപ്പറേറ്റീവ് ആക്ടർ തന്നെ വേണം ആറാൻറ്റി തയ്യാറാക്കാൻ. സെക്രട്ടറി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഓരോന്നും പരിശോധിച്ചത് വെച്ചിട്ട് ഡേ ബുക്ക്, വൗച്ചറും രസീതുമായിട്ട് ഡേ ബുക്ക് നോക്കി അതിൽ എന്തെങ്കിലും വിടുതലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് അതിന്റെ മിസ്റ്റേക്കുകളൊക്കെ ശരിയാക്കി, പിന്നെ ഡേ ബുക്ക് ജേർണലിലേക്കുള്ള പോസ്റ്റിംഗ് നോക്കി ആ പോസ്റ്റിങ്ങിനുള്ള ഓരോ മാസത്തെയും ടോട്ടലുകൾ എഴുതി ആറാൻറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ ആനുവൽ ആറാൻറ്റി ആയിട്ട് നോക്കുന്നു. എല്ലാം വെച്ച് പരിശോധിച്ച് മിസ്റ്റേക്കുകളൊക്കെ മാറ്റി ഒരു നല്ല ആറാൻറ്റി ആഡിറ്റർ തയ്യാറാക്കും. ആ ആറാൻറ്റി തയ്യാറാക്കിയിട്ടാണ് അതിൽ നിന്നാണ് ഫൈനൽ അക്കൗണ്ട് ശരിയാക്കുന്നത്. ട്രേഡിങ്ങും P&L-ഉം ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കണക്കുകളുടെ ഒക്കെ പരിശോധിക്കുന്നതാണ് മെക്കാനിക്കൽ ഓഡിറ്റ്, അതാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. എന്നാൽ നമ്മൾ സംഘങ്ങളിൽ പോയി പരിശോധിക്കുമ്പോൾ ഈ ഓഡിറ്ററായിട്ടുള്ള ഇദ്ദേഹം ആണ് പോകുന്നതെങ്കിൽ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അടുത്തൊരു പണിയുണ്ട്. എന്താണ്? കുടിശ്ശിക പരിശോധിക്കുക. അത് ആ സംഘത്തിന്റെ ഭരണപരമായ പരിശോധനയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആണ് കുടിശ്ശിക. കൂടാതെ ലോൺ കൊടുത്തേക്കുന്നതൊക്കെ നിയമാനുസൃതമാണോ, വേണ്ടത്ര ബോണ്ടുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാവുന്ന പരമാവധി വായ്പ IMBP നമ്മുടെ ബൈലായിൽ ഉണ്ടാകും, അതിൽ കവിഞ്ഞ് കൊടുത്തിട്ടുണ്ടോ, ലോൺ കൊടുത്തതും എല്ലാം കമ്മിറ്റി തീരുമാനം എടുത്താണോ, ഇങ്ങനെയുള്ള അതൊക്കെ പണപരമായ കാര്യമല്ല നോക്കുന്നത്. അതിന്റെ പണപരമായി കൊടുത്തതിന്റെ പിന്നിലുള്ള ഭരണപരമായ കാര്യങ്ങളാണ് നോക്കുന്നത്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളിപ്പം അത് ഈ ആഡിറ്റ് എന്ന് പറഞ്ഞ ഭാഗം വിശാലമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. അവരും കൂടെ അങ്ങനെയുള്ളൊരു ഭാഗം കൂടെ മനസ്സിലാക്കി ഉണ്ടെന്ന രൂപത്തിലാണ് നമ്മൾ വിശാലമായി പോകേണ്ടത്. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്ന ആയതുകൊണ്ട് അത്രയും ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പറ്റാഞ്ഞത് കൊണ്ട് അങ്ങനെ വേണ്ടാന്നുള്ളത് കൊണ്ട് ചെയ്യാതിരുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. അല്ലാതെ ഞാൻ കയറി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുറച്ച് ഏറെക്കാർ കൊണ്ട് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുണ്ടായ ഡൗട്ട് മാത്രം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ക്ലാസ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പം നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കടക്കാത്തത്. ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ആ ഭാഗം നമ്മൾ കൂടുതൽ ക്ലിയർ ചെയ്തു തരാം. ഓക്കെ. ഇത് നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ആഡിറ്റിന്റെ മിനിമവും മാക്സിമവും ആഡിറ്റ് ഫീസിന്റെ കാര്യത്തിൽ ബ്രാഞ്ച് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഇത് ഏതിന്റെയാണെന്ന് നമുക്കറിയത്തില്ല. ആ ക്വസ്റ്റ്യൻ ഇട്ടാണെന്ന് അറിയാതിരിക്കാം. നമുക്കറിയാം നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒന്നും തന്നെ മിനിമം നിശ്ചയിച്ചിട്ടില്ല. ബ്രാഞ്ചിന് പ്രത്യേകിച്ച് ഓഡിറ്റ് ഫീസും ഇല്ല. ബ്രാഞ്ചിന് പ്രത്യേകിച്ച് ഒരു ഓഡിറ്റ് ഫീസ് നമ്മുടെ നിയമത്തിലില്ല. നമ്മുടെ ബാങ്കിങ്ങിലൊന്നും നടക്കുന്നുമില്ല ബ്രാഞ്ചിന്. കൂടാതെ ബാങ്കുകൾ ഏത് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും മിനിമം എത്ര രൂപ എന്ന് നിശ്ചയിച്ചിട്ടുമില്ല. 50 പൈസ എവരി 100 rupees എന്നേ പഠിച്ചിട്ടുള്ളൂ. വിത്ത് മിനിമം ഡാഷ് മാക്സിമം പറയുന്നുണ്ട്. ഒരു കാരണവശാലും 1,00,000 കൂടത്തില്ല എന്ന്. അതും ചില സംഘങ്ങൾക്ക് 50,000 കൂടത്തില്ല, ചില സംഘത്തിന് 25,000 കൂടത്തില്ല, ചില സംഘത്തിന് 10,000 കൂടത്തില്ല. എന്നാലും എല്ലാം വന്നാലും പൊതുവായിട്ട് പറഞ്ഞാൽ ഒരു സംഘത്തിനും 1,00,000 കൂടാറില്ല. അപ്പൊ അങ്ങനെ ഒരു മാക്സിമം വേണേ പറയാം. അതും ബ്രാഞ്ചിന്റെ കാര്യമല്ല, ആ ബാങ്കിന്റെയാണ്. 1,00,000 മിനിമം. പ്രത്യേകിച്ച് നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല.
പിന്നെ ഇതിന്റെ എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പ്രയാസമാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും കണ്ടതായിട്ട് പറയാനുണ്ടോ? നിങ്ങളുടെ അറിവിൽ എല്ലാം തികഞ്ഞവരല്ലല്ലോ എല്ലാം. ഇല്ല, മിനിമം പറയുന്നില്ല. മിനിമം എഡ്യൂക്കേഷൻ ഫീസ് പറയുന്നുണ്ട്, ആർബിട്രേഷൻ ഫീസ് പറയുന്നുണ്ട്. അതൊക്കെ മിനിമവും മാക്സിമം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബ്രാഞ്ചിന്റെ ഫീസ് അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതൊന്നും ഈ തുകയുമായി യാതൊരു ബന്ധമുള്ളതല്ല. അപ്പൊ പിന്നെ മിനിമം മാക്സിമം ആഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. മറ്റു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനൊക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ശരിയല്ലാത്ത ഉണ്ടെങ്കിലും അത് പിന്നെ 12 ആക്റ്റിലുള്ളതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ന്യായീകരിച്ച് നിങ്ങളോട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ശരിയായ ചോദ്യമൊന്നുമല്ല. ഇത് എങ്ങനെ കാണാൻ പറ്റുന്നില്ല. The basis for the payment of audit fee for primary land mortgage bank. അത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്ക്. ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയണമെങ്കിൽ എവിടെയോ പഴയ പുസ്തകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇപ്പം നമ്മുടെ ബാങ്കിന്റെ പേര് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. അങ്ങനെയാണ് നമ്മളെ നിയമത്തിലും കിടക്കുന്നത്. അപ്പൊ നിയമത്തിൽ നിന്ന് എടുത്ത് ചോദിച്ചാകാൻ ചാൻസ് ഇല്ല. പിന്നെ ഏതെങ്കിലും പുസ്തകത്തിൽ പഴയ പുസ്തകത്തിൽ കിടന്നതാകാം. അതിലും ആൻസർ ഇതായതുകൊണ്ട് അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ അണ്ടർ ഓഡിറ്റ് എന്നാണ് ആൻസർ. അത് ശരിയാണ്. നമ്മുടെ ഒരു കൊല്ലം കൊടുത്ത ലോണും ഏത് സാമ്പത്തിക വർഷത്തെ ആഡിറ്റ് ആണോ ചെയ്യുന്നത് ആ സാമ്പത്തിക വർഷത്തെ കൊടുത്ത ലോണും ആ സാമ്പത്തിക വർഷം പിരിഞ്ഞു കിട്ടിയ ലോണും ഇപ്പം 2021-22 ആ ഓഡിറ്റ് എങ്കിൽ 2021-22 കൊടുത്ത ലോൺ 10 കോടിയാണെങ്കിൽ അത് 6-ാം തീയതി കിട്ടും 10 കോടി. അക്കൊല്ലം കൊടുത്തത് ചെലവിനകത്ത് കാണും കൊടുത്തത്. പ്ലസ് വന്നത് 8 കോടിയാണെന്നിരിക്കട്ടെ അക്കൊല്ലം തിരികെ വന്നത്. അപ്പോൾ ആകെ 18 കോടിക്കാണ് ഓരോ 100 രൂപയ്ക്കും 50 പൈസ വെച്ച് കണക്ക് കൂട്ടുന്നത്. അതാണ് അഗ്രഗേറ്റ് ആണ്. ഇഷ്യൂ ചെയ്ത ലോണിന്റെയും റിക്കവർ ചെയ്ത ലോണിന്റെയും കൂടെ അഗ്രഗേറ്റ് ടോട്ടൽ. Before registering amendment of bylaw of an apex society, the registrar should consult dash എന്നാണ്. അത് നിങ്ങൾ നമ്മുടെ നിയമത്തിലുള്ളതാണ്. സെക്ഷൻ 12 അമെൻമെന്റ് ഓഫ് ബൈലാ ഉണ്ട്. സെക്ഷൻ 12 അമെൻമെന്റ് ഓഫ് ബൈലയാണ്. അതിൽ പറയുന്നുണ്ട് ഈ അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും അപ്പെക്സിലും സെൻട്രലിനും രണ്ടിലുമുണ്ട്. ബൈലാ ഭേദഗതി ചെയ്യണമെങ്കിൽ ആ രജിസ്ട്രാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കൺസൾട്ട് ചെയ്യും. കൂടാതെ ഫൈനാൻസിങ് ബാങ്കിനെയും കൺസൾട്ട് ചെയ്യും. അപ്പം അപ്പെക്സ് ആൻഡ് ബിഫോർ രജിസ്റ്ററിംഗ് അമെൻമെന്റ് ഓഫ് ബൈലോ ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി, the registrar should consult state cooperative union and financing bank. All other cooperatives, registrar consult circle cooperative union and financing bank. അപ്പോൾ രണ്ട് കേസിലും ഫൈനാൻസിംഗ് ബാങ്കിനെ കൺസൾട്ട് ചെയ്യണം.
അപ്പെക്സോ സെൻട്രലോ പ്രൈമറിയോ ഏതായാലും. പക്ഷേ അപ്പെക്സും സെൻട്രലുമാണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയും ബാക്കി എല്ലാ സംഘങ്ങളും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും രജിസ്ട്രാർ കൺസൾട്ട് ചെയ്തിട്ട് അമെൻമെന്റ് നടത്തും. ഇപ്പൊ നമ്മൾ ചോദ്യം അപ്പെക്സ് എന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനിയും സെൻട്രൽ എന്നാ ചോദിച്ചാൽ ഇത് എഴുതണമായിരുന്നു. ഇനിയും ചോയ്സിനകത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഫൈനാൻസിങ് ബാങ്ക് എന്നും ഒരു ചോയ്സ് ഉണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് മാത്രം ഒരു ചോയ്സാ വരുന്നതെങ്കിൽ, അതായത് ഇതില് ചോയ്സ് വരുന്ന അവസരത്തിൽ ഒരു ചോയ്സിനകത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, രണ്ടാമത്തെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സിഇക്കകത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഫൈനാൻസിങ് ബാങ്ക് എന്നൊന്നും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതായിരിക്കും ശരിയാകുന്നത്. പിന്നെ നിങ്ങൾ നിയമം പഠിക്കുമ്പോൾ അറിയാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് രണ്ടുപേരെയും കൂടി കാണണ്ട. ഒന്നുകിൽ അപ്പെക്സ് സംഘത്തിനും സെൻട്രലിനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയും മറ്റുള്ളവർക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെയും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അപ്പെക്സ് ഏതായാലും ഈ രണ്ടു കൂട്ടത്തിലും ഫൈനാൻസിങ് ബാങ്ക് അത്യാവശ്യമാണ്. ആ ഒരു ചിന്തയും കൂടി ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇതിങ്ങനെ ചോദിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് അപ്പെക്സ് അല്ലാതെ സെൻട്രൽ ചോദിച്ചാലും ഈ ആൻസർ ശരിയാകും. എന്താ സംശയമല്ലോ ഉണ്ടോ? ചോദിക്കാനുണ്ടോ? ഓക്കെ. അടുത്തത് ടേം ഓഫ് ഓഫീസ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതിനകത്ത് പറഞ്ഞതിനേക്കാത്തിൽ 5 കൊല്ലമെന്നാണ്. കറക്റ്റ് 5 കൊല്ലമെന്നാണോ? നമ്മുടെ നിയമത്തിൽ കിടക്കുന്നത് 5 കൊല്ലമോ ഓർ 62 years ഓഫ് ഏജ് വിറ്റവർ ഈസ് ഏർലിയർ എന്നാണ്. എങ്കിലും നമുക്ക് അതിനകത്തിൽ ഒരു പ്രശ്നത്തിന്റെ കാര്യമില്ല. അങ്ങനെ ഒരു ചോയ്സും കൂടി ഇല്ലാത്തത് കൊണ്ട് 1, 3, 5, 10 ആകുമ്പോൾ ഈ 5 ആൻസർ ആയിട്ട് എടുക്കാം. എന്നാൽ 5 years ഓർ 62 years ഓഫ് ഏജ് വിറ്റവർ ഈസ് ഏർലിയർ എന്ന് ഡി ചോയ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡി എഴുതണമായിരുന്നു. ഇപ്പൊ പിന്നെ ഒരു കറക്റ്റ് ആയിട്ട് 1, 3, 5, 10 എന്നേ ഉള്ളത് കൊണ്ട് ഇതിൽ കമ്പാരിറ്റീവ്ലി ശരിയായ ആൻസർ 5 years ആണ്. അത് നമുക്ക് ഒരുപാട് കുറ്റം പറയാനൊക്കുന്നില്ല, എങ്കിലും അതങ്ങനെ തന്നെ പോകട്ടെ. അടുത്തത് ദ ഇൻക്വയറി ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് എന്നാണ്. അത് നിങ്ങൾക്കറിയാം, എൻക്വയറി കോഡിടുന്ന എപ്പോഴും രജിസ്ട്രാറേ ഉള്ളൂ. അല്ലാതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എൻക്വയറിക്കാരും ഓർഡർ ഇടാറില്ല. ആ ഓർഡർ ഇട്ട ഇൻക്വയറിയാണ്. ഇവിടെ കുറച്ചുകൂടെ ആധികാരികമായതാണ്, എൻക്വയറി അല്ല. ഇവിടെ ഇൻക്വയറിയാണ്. ഒരു ഫോർമൽ, ഒരു ഒഫീഷ്യൽ ഓർഡർ പ്രകാരം ഒഫീഷ്യലായിട്ടുള്ള കൂടുതൽ പരിശോധന നടത്തുന്നതാണ് ഇൻക്വയറി. എന്നാൽ ഒരു ഇൻഫോർമൽ ഒരു അന്വേഷണമാണ് എൻക്വയറി. നിങ്ങളിപ്പം പോകുന്ന വഴിക്ക് ഒരു യാത്ര പോകുന്ന സമയത്ത് വണ്ടി നിർത്തി ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്
വലത്തോട്ടാണോ ഇടത്തോട്ടാണോ, ദാറ്റ് ഈസ് ആൻ എൻക്വയറി എന്ന് പറയാം. ജസ്റ്റ് ആൻ എൻക്വയറി, ഒരു അന്വേഷണമാണ്. എൻക്വയറി ആണിത്. ഇതങ്ങനല്ല. ഒരു പ്രത്യേക ഒഫീഷ്യലായിട്ടുള്ള ഫോർമലായിട്ടുള്ള ഒരു ഓർഡറും അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയാണ് എൻക്വയറി. അതാണ് രജിസ്ട്രാർ ഓർഡർ ഇടുന്നത് സെക്ഷൻ 65 പ്രകാരം. അങ്ങനെ രജിസ്ട്രാർ ഇടുന്ന എൻക്വയറി ഓർഡറിന് എത്ര നാളത്തേക്കെന്ന് ആ ഓർഡറിനകത്ത് കാണും. അങ്ങനെ ഓർഡർ ഇറക്കുമ്പോൾ അത് ഒരു മാസത്തേക്ക് അകം നടത്തിയ എൻക്വയറി റിപ്പോർട്ട് തരണമെന്ന് പറയാം. അതൊക്കെ ആ എൻക്വയറിയുടെ ആ അന്വേഷണത്തിന്റെ ഏരിയ അനുസരിച്ച കുറച്ചു മാത്രം പരിശോധിക്കാനുള്ള ഒരു ഓർഡർ ആണെങ്കിൽ, ചെറിയ സംഘവുമാണെങ്കിൽ 1 മാസമായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 മാസം ചിലതിന് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ആദ്യം ഓർഡർ ഇറക്കുമ്പോൾ ഒരിക്കലും 6 മാസത്തിൽ കൂടുതൽ ഓർഡറിനകത്ത് വരാൻ പാടില്ല. ഇനിയും 6 മാസം കൊണ്ടും തീർന്നില്ല എങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒറ്റ ആദ്യത്തെ സ്റ്റേജിൽ ഒരിക്കലും 6 മാസത്തിൽ കൂടാൻ പാടില്ല. എന്നാൽ 6 മാസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നാൽ അതിന്റെ ട്രാൻസാക്ഷൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ അതേവരെ നടത്തിയിട്ടുള്ള എൻക്വയറിയുടെ നടത്തിയതിന്റെ കണ്ടെത്തിയ കാര്യങ്ങളും പരിശോധിച്ച ഏരിയയും അതിൽ കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇനിയും ഏതൊക്കെ ഏരിയ പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതും അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ററിം റിപ്പോർട്ട് വെച്ചിട്ട് അപേക്ഷ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ രജിസ്ട്രാർ അത് ന്യായമാണെന്ന് തോന്നിയാൽ എക്സ്റ്റെൻഡ് ചെയ്യും. അതും എക്സ്റ്റെൻഡ് ചെയ്ത് പരമാവധി 6 മാസം കൂടെ, എന്നുവെച്ചാൽ ടോട്ടൽ 1 കൊല്ലത്തിൽ കൂടാൻ പാടില്ല. അതപ്പോൾ അഗ്രഗേറ്റ് പീരീഡ് എന്ന് എടുത്ത് ചോദിച്ചാൽ 1 കൊല്ലമാണ്. ഇത് സാധാ ഒരു ചോദ്യമായതുകൊണ്ട് 6 മാസമെന്ന് നമുക്ക് പഠിക്കാം. എന്നാൽ എൻക്വയറി ബൈ ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിതിൻ അഗ്രഗേറ്റ് പീരീഡ് ഡാഷ് ചോദിച്ചാൽ 1 ഇയർ ആണ്. അറ്റ സ്ട്രെച്ച് ആണ് 6 മാസം. 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നീട്ടത്തില്ല. അതോടുകൂടി കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇതിന്റെ ആൻസർ 6 ആണ്. എന്തായാലും സംശയം? ഓക്കെ സർ. അടുത്തത് നിങ്ങൾക്കറിയാം, വേറെ പേഴ്സൺ ഈസ് റെഫ്യൂസ്ഡ് അഡ്മിഷൻ. വേറെ പേഴ്സൺ ഈസ് റെഫ്യൂസ്ഡ് അഡ്മിഷൻ as a member in the society. The decision refusing admission together with the reason shall be communicated by the society to that person. നിങ്ങൾക്കറിയാം, within a period of 15 days from the date of decision. അത് ആൻസർ അപ്പോൾ ഇതാണ്. നിങ്ങൾക്കറിയാം, ഒരു മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള അധികാരം അപേക്ഷയിന്മേൽ കമ്മിറ്റിക്കാണ്. ഒരു മെമ്പറെ നീക്കം ചെയ്യാനുള്ള അധികാരവും കമ്മിറ്റിക്ക് തന്നെ. അങ്ങനെ ഒരു മെമ്പർഷിപ്പിന്റെ അപേക്ഷ ലഭിച്ചാൽ എന്ന് ലഭിച്ചോ അത് മുതൽ 2 മാസത്തിനകം കമ്മിറ്റി ഒരു തീരുമാനമെടുക്കണം. either it is accept or refuse, എന്തുവായിക്കോട്ടെ. ഒന്നുകിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. ഏതായാലും 2 മാസത്തിനുള്ളിൽ വേണം. തള്ളുകയാണെങ്കിൽ എന്തുകൊണ്ട് തള്ളി എന്നുള്ള കാരണം സഹിതം തള്ളിയ കമ്മിറ്റി തീരുമാനമെടുത്ത ആ ഡേറ്റ് ഉണ്ട്. ഒരു കമ്മിറ്റി വെച്ചായിരിക്കുമല്ലോ അത് നിരസിക്കുന്നത്. ആ തീരുമാനം എടുത്ത അന്ന് മുതൽ
15 ദിവസത്തിനകം തള്ളിയ വിവരവും അറിയിക്കണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സെയിം, എന്താണ് ഇതിന്റെ കാരണമെന്നും അറിയിക്കണം. അത് 15 ദിവസമാണ്. അതൊക്കെ സാധാ ക്വസ്റ്റ്യൻസ്, സെന്റൻസ് ഇച്ചിരി വലുതാവുന്നുള്ളതേ ഉള്ളൂ. Which among the following is not a dispute resolution body as per chapter 9 of the Kerala Cooperative Societies Act? അത് സത്യത്തില് എനിക്ക് എന്റെ അഭിപ്രായത്തില് അതെന്താ അർത്ഥം ഉൾക്കൊണ്ടെന്നുള്ളതും ആ ക്വസ്റ്റ്യൻ ഇട്ട ആളിന്റെ അതില് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാനൊക്കാത്ത ചില ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. അതാ ക്വസ്റ്റ്യൻ ഇട്ട ആളിന്റെ കുറ്റമല്ല, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇട്ട ആളിന്റെ ഒരു ഐഡിയ ഉണ്ടാകും, അത് വെച്ചായിരിക്കും ഇട്ടത്. പക്ഷെ പലരും പല രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകാവുന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ 9ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യനകത്തിലെ ആൻസർ ഏതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും എന്ന് പറയാവോ? നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഒരാൾ എ എന്ന് പറഞ്ഞു, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എ ആണെന്നാണ് വേറെ ആളുടെ അഭിപ്രായം. പക്ഷെ ആ പറയുന്ന ആളിന് ചില ധൈര്യക്കുറവ് സ്വരത്തിൽ കേൾക്കുന്നുണ്ട്. സ്വരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്കറിയാം സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തിൽ മോണിറ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസും ആ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന 69ാമത്തെ സെക്ഷനകത്തിൽ കുറച്ചേറെ കേസുകൾ പറയുന്നുണ്ട്. ആ കേസുകൾ മൊത്തം പണസംബന്ധമായതും അതിനകത്തിലുള്ളത് രജിസ്ട്രാർക്കും. അതിൽ പറയുന്ന 10, 15, 5, 8, 10 കേസുകളുണ്ട്. ആ തർക്കങ്ങൾ പണപരമല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് സമർപ്പിക്കണമെന്നാണ് അവിടെ പറയുന്നത്. 69ലാണ് ഡിസ്പ്യൂട്ടിനെ പറ്റി പറയുന്നത്. 69 പറയുന്ന 9ാമത്തെ ചാപ്റ്ററിലുമാണ്. ഡിസ്പ്യൂട്ട് മെമ്പർമാരുടെ ഇടയിലുള്ള സൊസൈറ്റിയുമായുള്ള തർക്കം, ഒരു സംഘവും ക്രെഡിറ്ററും തമ്മിലുള്ള തർക്കം, ഒരു സംഘവും മറ്റൊരു സംഘവും തമ്മിലുള്ള തർക്കം, ഒരു സംഘവും കമ്മിറ്റിക്കാരുമായിട്ടുള്ള തർക്കം, ഇങ്ങനെ പല പല തർക്കങ്ങൾ നമ്മളവിടെ പറയുന്നുണ്ട്. കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം, ആ തർക്കങ്ങളെല്ലാം പണസംബന്ധമാണെങ്കിൽ രജിസ്ട്രാർക്കും പണസംബന്ധമല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും കൊടുക്കണമെന്നവിടെ പറയുന്നുണ്ട്. ബാക്കി തർക്കങ്ങളൊക്കെ എവിടെ കൊടുക്കണമെന്ന് അതാത് തർക്ക സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പം ഐഡന്റി കാർഡ് തരുന്നില്ലെങ്കിൽ രജിസ്ട്രാർ കൊടുക്കണം, അതൊക്കെ അവിടെ പറയുന്നു. ഈ 69 പറയുന്ന തർക്കങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിന് പണസംബന്ധമാണെങ്കിൽ രജിസ്ട്രാർക്കും, പണസംബന്ധമാണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും. അപ്പോൾ രജിസ്ട്രാറും വരും, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും ഈ കേസ് ഉള്ളതാണ്. അപ്പം ഇതല്ല. അടുത്തൊരു കാര്യം നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന ഓംബുഡ്സ്മാന്റെ കാര്യമാണ്. അത് ബാങ്കിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകുന്ന കംപ്ലൈൻസ് അത് റിഡ്രസൽ ചെയ്യുക, പരിഹരിക്കുകയാണ്. ഒരു ബാങ്കിൽ ചെക്ക് കൊണ്ട് കൊടുത്തപ്പോൾ പൈസ തരാതിരിക്കുക, അതിന്റെ ചെക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തപ്പോൾ നമുക്ക് അക്കൗണ്ട് തരാതിരിക്കുക, ഓപ്പൺ ചെയ്യാതിരിക്കുക, നമ്മൾ അറിയിക്കാതെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, ഇങ്ങനെ പല പല ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ഏജൻസിയെ പറ്റി, ഓംബുഡ്സ്മാനെ പറ്റി 69A പറയുന്നുണ്ട്. എന്നാൽ ഈ ചാപ്റ്ററിനകത്തിൽ എങ്ങനെ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ പറയുന്നേ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 9ാമത്തെ ചാപ്റ്ററിൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിലും
പരാതി പരിഹരിക്കുന്ന ഓംബുഡ്സ്മാനെ പറ്റി പറയുന്നുണ്ട്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്ന കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ പറ്റി പറയുന്നുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രാറെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ചാർട്ടറിൽ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി പ്രതിപാദിക്കുന്നേ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഏതാണ് പറയാത്തതെന്നാ ചോദ്യം. അങ്ങനെ ആകുമ്പോ ഇതാ ആൻസർ. പിന്നെ മറ്റെന്തെങ്കിലും അർത്ഥമോ അല്ലെങ്കിൽ ആശയമോ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആള് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇട്ടതെങ്കിൽ അത് നമുക്കറിയാനൊക്കത്തില്ല. നമ്മളൊരു സാധാ മനുഷ്യനെന്ന രീതിയിൽ വായിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ അതിനകത്ത്? അടുത്തത് ദ ലീഗൽ പണിഷ്മെന്റ് സച്ച് ആസ് imprisonment or fine for violation of the provisions of an act. ഒരു മിനിറ്റ്. ഇതില് ലീഗൽ പണിഷ്മെന്റ് സച്ചാസ് നമുക്കറിയാം. നമ്മുടെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ ഉണ്ട്. ഒഫൻസുകളും അതിനുള്ള പെനാൽറ്റിയും എന്നാണ് അതിന്റെ ഓരോ ഒഫൻസുകൾ അവിടെ പറയുന്നുണ്ട്. കോ ഓപ്പറേഷൻ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ ഒരു ഒഫൻസാണ് അതിന്റെ പെനാൽറ്റി. ഫസ്റ്റ് ചാർജുള്ള വസ്തു അന്യാധീനപ്പെടുത്തിയാൽ ഒഫൻസ്, അതിനുള്ള പെനാൽറ്റി. ആദ്യമായിട്ട് സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പിരിച്ച ഷെയർ 14 ദിവസത്തിനകം ഫൈനാൻസിംഗ് ബാങ്കിൽ അടയ്ക്കാതിരിക്കുന്നത് ഒഫൻസ്, അതിന്റെ പെനാൽറ്റി. ഒരു സംഘത്തിൽ നിന്ന് സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്ത് ആ ലോൺ റിക്കവർ ചെയ്യാൻ അപേക്ഷ കൊടുത്തു. ഡിസ്പേഴ്സിംഗ് ഓഫീസർ റിക്കവറി നടത്തി. അത് 7 ദിവസത്തിനകം സംഘത്തിന് ആ പൈസ അടച്ചില്ലെങ്കിൽ ഒരു ഒഫൻസ്, അതിനൊരു പെനാൽറ്റി. പല ഒഫൻസുകൾക്കും പെനാൽറ്റി സാമ്പത്തികം മാത്രമാണ്. എന്നാൽ സംഘത്തിന്റെ കണക്കുകൾ സമയത്തിന് കൊടുക്കാതിരിക്കുക, അത് കൊടുക്കുന്ന തെറ്റായി കൊടുക്കുക, അതൊരു തെറ്റാണ്, ഒഫൻസാണ്. അതിന് പെനാൽറ്റി എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റും ആകാം, ക്യാഷും ആകാം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ ബാലറ്റ് പേപ്പർ കൊടുക്കുക, ഇതൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ നശിപ്പിക്കുക. ബാലറ്റ് പേപ്പർ കീറുക, ബാലറ്റ് ബോക്സ് നശിപ്പിക്കുക, കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുക, ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുക, വോട്ടേഴ്സ് കീറിക്കളയുക, ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴും അവിടെയും പെനാൽറ്റി ഉണ്ട്. അതൊക്കെ ഒഫൻസുകളാണ്. ആ പെനാൽറ്റി ഇംപ്രിസൺമെന്റ് ആകാം, ക്യാഷും ആകാം, രണ്ടും കൂടിയാകാം. പണാപഹരണം നടത്തിയാൽ അവിടെയും 3 കൊല്ലം ഇംപ്രിസൺമെന്റോ എടുത്ത തുകയുടെ ഇരട്ടിയോ. അപ്പോൾ ചില ഒഫൻസുകൾ അതിന് ലീഗലായിട്ടുള്ള നടപടി, അത് ക്യാഷാകാം,
ജയിലാകാം, രണ്ടും കൂടിയോ ആകാം. അതെല്ലാം പെനാൽറ്റികളാണ്. അങ്ങനെ അത് ആ പരാതിക്കുള്ള ആ തെറ്റിനുള്ള ആ ഒഫൻസിനുള്ള ശിക്ഷയെപ്പറ്റി നിയമത്തിൽ തന്നെ പ്രതിപാദിക്കുന്നു. അവിടെ അപ്പീലിന്റെ കാര്യമോ ഒന്നുമല്ല പറയുന്നത്. അതുകൊണ്ടാണ് ലീഗൽ പണിഷ്മെന്റ് സച്ച് ആസ് ഇംപ്രിസൺമെന്റ് ഓർ ഫൈൻ, ഇംപ്രിസൺമെന്റോ ഫൈനോ കൊടുക്കുന്ന പണിഷ്മെന്റ്. ഇപ്പം ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരുന്നാൽ കേസ് കൊടുക്കുമ്പോൾ അതിന്മേൽ വിധിയാ കൊടുക്കുന്നത്. ആ വിധിക്കകത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യണമെന്നോ അയാൾക്ക് ഇത്ര രൂപ ഫൈൻ അടയ്ക്കണമെന്നോ പറയാറില്ല. എടുത്ത തുക അടച്ചില്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് ഈടാക്കുക എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു ഇനിയും അപ്പീലാണെങ്കിൽ ആരെങ്കിലും പുറപ്പെടുവിച്ച ഒരു വിധി അഗ്രീവ്ഡ് പേഴ്സൺ ആ വിധി ഒന്ന് പരിശോധിക്കാൻ കൊടുക്കുന്നതാണ് അപ്പീൽ. അവിടെയും ഇംപ്രിസൺമെന്റോ പെനാൽറ്റിയോ അല്ല പ്രതിപാദിക്കുന്നത്. ഒഫൻസുകളും അതിനുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റി എന്നാണ്. അതുകൊണ്ട് ആൻസർ പെനാൽറ്റിയാണ്. Among the following is not a ground for cancellation of registration certificate. അല്ലാതെ cancellation of registration of society എന്നല്ല. ഇവിടെ cancellation of registration certificate ആണ്. ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന കേസുമുണ്ട്, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന രണ്ട് കേസുണ്ട്. ഒന്ന് സെക്ഷൻ 15 അവിടെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടൺ കേസസ് ആണ്. മറ്റൊന്ന് 74 അത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ആണ്. രണ്ടും രണ്ട് കാര്യമാണ്. 74 സംഘം വൈൻഡപ്പ് ചെയ്ത് ലിക്വിഡേറ്ററെ പോസ്റ്റ് ചെയ്ത് ലിക്വിഡേഷൻ പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ രജിസ്ട്രാർ ആ സംഘത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അതാണ് 74. എന്നാൽ ചിലപ്പോൾ രണ്ട് സംഘത്തെ ഒന്നാക്കുമ്പോൾ, ഒരു സംഘത്തെ രണ്ടാക്കുമ്പോൾ, ഒരു സംഘത്തിന്റെ ആസ്തിയും ബാധ്യതയും മറ്റൊരു സംഘത്തിന് കൈമാറുമ്പോൾ, ഒരു സംഘത്തെ രണ്ടാക്കുമ്പോൾ ആ സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. രണ്ട് സംഘത്തെ യോജിപ്പിക്കുമ്പോൾ രണ്ട് സംഘത്തിന്റെയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. എന്നാൽ ഒരു സംഘത്തിന്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മറ്റൊരു സംഘത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ സംഘത്തിന്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ല, പക്ഷെ ഈ പോയ സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. അപ്പൊ 3 അവസ്ഥയിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. സർട്ടിഫിക്കറ്റ് അതാണ് സർട്ടൺ കേസസ്, ചില കാരണങ്ങളാൽ. അത് ഈ 3 കാരണമാണ്. ഇത് 15ാമത്തെ സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. When all of the assets and liabilities of a society transferred to another society, അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. When a society failed to elect a managing committee even after 12 months, സംഘത്തിന്റെ ഇലക്ഷൻ നടത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആകത്തില്ല, അത് തെറ്റാ. When a 2 or more societies amalgamated into 2 new society, അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകും. When a society is divided into 2 or more societies, അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. ഇവിടെ ഏതാണ് കാരണമല്ലാത്തതെന്ന്? അപ്പോൾ ഇതെല്ലാം കാരണമാണ്. ഇതാണ് ആൻസർ.
ഒരു രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കാരണമല്ലാത്തത് ഏത്? ഇതെല്ലാം കാരണങ്ങളായതുകൊണ്ട് കാരണമല്ലാത്തത് ഈ ബി ആണ്. ആൻസർ ബി ആണ്. ഓക്കെ. ഓക്കെ സർ. ഇവിടെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു സംഘം ലിക്വിഡേഷൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതോടുകൂടി ആ സംഘത്തിന്റെ പ്രവർത്തനം നിന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യം ചെയ്യാൻ ഒരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യും. ലിക്വിഡേറ്റർ എന്നാണോ ചാർജ് എടുത്തത് അന്ന് മുതൽ 3 വർഷത്തിനകം ലിക്വിഡേഷൻ പൂർത്തീകരിച്ചിരിക്കണം. അഥവാ പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നാൽ രജിസ്ട്രാറോട് എക്സ്റ്റൻഷൻ ചോദിക്കണം. അത് ഇവിടുത്തെ പ്രശ്നമല്ല. ഏതായാലും 3 കൊല്ലത്തിനകം പൂർത്തീകരിക്കണം. 3 കൊല്ലത്തിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ ലിക്വിഡേറ്റർ താൻ നടത്തിയ നടപടിക്രമങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടും അഥവാ മിച്ചം പണമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുമെന്നും വിവരിച്ചുകൊണ്ട് ഒരു പൊതുയോഗം വിളിക്കണം. അത് കഴിഞ്ഞാൽ അധികമുള്ള പണം ഫൈനാൻസിംഗ് ബാങ്കിൽ നിക്ഷേപിക്കണം. അതും 3 കൊല്ലത്തേക്ക് ആ പണം അവിടെ ഇട്ടേക്കണം. ഇപ്പൊ ലിക്വിഡേറ്റർ ഡിപ്പോസിറ്റ് ദ സർപ്ലസ് എമൗണ്ട് if any in the financing bank, that amount shall be kept for 3 years. അത് കഴിഞ്ഞാൽ അത് പിൻവലിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഒരു അക്കൗണ്ട് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഉണ്ട്, അതിലേക്ക് മാറ്റാം. അല്ലാതെ ലിക്വിഡേഷൻ കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ആ മിച്ച ഫണ്ട് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റത്തില്ല. അപ്പോൾ 3 കൊല്ലം ഫൈനാൻസിംഗ് ബാങ്കിൽ നിക്ഷേപിക്കണം. എന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞാൽ എടുത്ത് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റാം. മറ്റൊന്ന്, ലിക്വിഡേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 3 കൊല്ലം ആ റെക്കോർഡുകൾ ലിക്വിഡേറ്ററുടെ ഓഫീസിൽ സൂക്ഷിക്കണം. ഇവിടെ 3 വർഷങ്ങളും 3 തന്നെയാണ് ആൻസർ. അതിലൊന്നാണ് ഇവിടെ ചോദിച്ചത് 3 years. റെക്കോർഡ് എത്ര നാൾ സൂക്ഷിക്കണമെന്നുള്ള ഈ ചോദ്യമാണ്. അഥവാ എത്ര കൊല്ലം സർപ്ലസ് എമൗണ്ട് ഫൈനാൻസിംഗ് ബാങ്കിൽ സൂക്ഷിക്കണം ചോദിച്ചാൽ അതും 3 കൊല്ലമാണ്. എത്ര കൊല്ലത്തിനകം കംപ്ലീറ്റ് ചെയ്യണം ചോദിച്ചാലും 3 കൊല്ലമാണ്. നമ്മൾ ഇവിടുത്തെ ആൻസർ ഇതാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം. അടുത്തത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ കാലാവധിയാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ നമ്മള് ഇപ്പൊ പഠിച്ചതാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൽ ബി ഡാഷ്. അത് 3 വർഷം ഓർ 65 years ഓഫ് ഏജ് whichever is earlier എന്നാണ്. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ 5 കൊല്ലമോ എന്ന് നമ്മൾ പഠിച്ചെടുത്ത് 62 വയസ്സ് എന്നുള്ളത് അവിടെ ചോയ്സിൽ ഇല്ലായിരുന്നു. എങ്കിലും നമ്മൾ 5 കൊല്ലം എടുത്തു. ഇവിടെ
3 വർഷമോ 65 വയസ്സോ എന്നുള്ളതിനകത്ത് ആ 3 വർഷത്തിന്റെ ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ ഇതങ്ങ് ആൻസറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 3 വർഷം. അപ്പൊ ഓംബുഡ്സ്മാന്റെ കാലാവധി 3 കൊല്ലമാണ്, അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. വിച്ചവർ ഈസ് ഏർലിയർ, അതാണ് ആൻസർ. അപ്പൊ ഇവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ മറ്റേ 5 കൊല്ലം മാത്രം അവിടെ എടുത്തതുപോലെ ഇത് 3 കൊല്ലം ആൻസറായിട്ട് എടുക്കാം, കംപ്ലീറ്റ് അല്ലെങ്കിലും. അടുത്തത് ഈ ട്രിബ്യൂണലിന് ചിലപ്പോൾ അപ്പീൽ കൊടുക്കും. നിങ്ങൾക്കറിയാം, ഒരു സാമ്പത്തികമായ കേസ്, ലോൺ എടുത്ത കേസ്, ലോൺ അടയ്ക്കാതിരുന്നാൽ സംഘം രജിസ്ട്രാർ കൊണ്ട് കേസ് കൊടുക്കുന്നതാണ് ആർബിട്രേഷൻ കേസ്. ആർബിട്രേഷൻ കേസ് രജിസ്ട്രാറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരാളോ, അതായത് ആർബിട്രേറ്ററോ കേസ് കേട്ടിട്ട് അതിന്മേൽ ഒരു വിധി കൊടുക്കും. ആ വിധി പ്ലെയിന്റിഫ് അഥവാ ആപ്ലിക്കന്റ് അഥവാ വാദിക്ക് അനുകൂലമാകാം, പ്രതി ഡിഫൻഡന്റിന് അനുകൂലമാകാം. ലോണിന്റെ കേസിലൊക്കെ ലോൺ എടുത്ത ആള് തന്നെ പ്രതിയായിട്ടായിരിക്കും വിധി വരുന്നത്. അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുന്നതിനാണ് അവാർഡ്. അത് ആർക്കാണോ എതിരാകുന്ന അവർക്ക് വേണമെങ്കിൽ ആ അവാർഡ് കിട്ടിയ ദിവസം മുതൽ, അവാർഡ് പുറപ്പെടുവിച്ച ദിവസമല്ല, അവാർഡിന്റെ കോപ്പി എല്ലാവർക്കും കിട്ടും, ആ ഡേറ്റ് മുതൽ 60 ദിവസത്തിനകം അപ്പീൽ പോകണം. 60 ദിവസത്തിനകം അപ്പീൽ പോകാം. അത് ട്രിബ്യൂണലിലാണ് പോകുന്നത്. അങ്ങനെ ട്രിബ്യൂണലിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ നിലവിൽ ഒരു വിധി ഉള്ളതാണ്. രാജൻ എന്ന് പറഞ്ഞ ആള് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത കേസാ. രാജനെതിരെയാണ് സംഘം കേസ് കൊടുത്തത്. രാജന് എതിരെ വിധിയും വന്നു, രാജന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ. പക്ഷേ ആ വിധി വന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജൻ ട്രിബ്യൂണലിൽ കൊണ്ട് അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്താൽ പിന്നെ ഈ വിധി നടപ്പിലാക്കാൻ ഒക്കത്തില്ല, ആ അപ്പീലിന്മേലുള്ള വിധി വരുന്നത് വരെ. അങ്ങനെ അയാളുടെ മേൽ ഉടനെ ജപ്തിക്ക് ചെല്ലാൻ ഒക്കാത്ത അവസ്ഥയായി. അപ്പീലിന്റെ വിധി വന്നിട്ടില്ല. ഇങ്ങനെ എന്നാൽ ഇപ്പൊ കേസ് നിൽക്കുന്നത് ട്രിബ്യൂണലിന്റെ കയ്യിലാണ് താൻ. ആദ്യത്തെ ഒരു വിധി ഉണ്ട്, അതായത് രാജന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനാണ്. പക്ഷേ അപ്പീൽ പോയത് കൊണ്ട് ആ വിധി നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അപ്പീൽ പോയത് ഇവിടെ ട്രിബ്യൂണലിൽ. ആ ട്രിബ്യൂണലിൽ ഇപ്പൊ കേസ് നിൽക്കുമ്പോൾ ഈ വസ്തു, സംഘത്തിന് എഴുതി കൊടുത്ത വസ്തു ജപ്തി ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് ആ വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അയാളെ അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ചാൽ, ട്രിബ്യൂണലിനെ അറിയിച്ചാൽ ട്രിബ്യൂണൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും ആ കേസിന്മേൽ. അതിനെയാണ് ഇന്റർലോക്വിറ്ററി ഓർഡർ എന്ന് പറയുന്നത്. അത് രജിസ്ട്രാർ ട്രിബ്യൂണലാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഓർഡർ മേ ട്രിബ്യൂണൽ ഇഷ്യൂ? ഏത് ടൈപ്പ് ഓർഡറാണ് ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്യുന്നത്? എന്തിന്? പ്രിവെന്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് പെൻഡിങ് ദ ഡിസിഷൻ. ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ തീരുമാനത്തിന് വിരുദ്ധമാക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം ഓൾറെഡി അവാർഡാണ്, വിധിയാണ്, ആ വിധിക്കെതിരെയാണ് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. ആ അപ്പീല് അവിടെ നിൽക്കുമ്പോൾ നിലവിലുള്ള വിധിയെ തകർക്കത്തക്ക രീതിയിൽ എന്തായാലും നടപടി ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്ന് ട്രിബ്യൂണലിനെ ബോധ്യപ്പെടുത്തയാൽ അയാൾ മറ്റു നടപടികൾ തുടർന്നും ചെയ്യാതിരിക്കാൻ ഒരു പുതിയ ഓർഡർ ഇറക്കും, താൽക്കാലികമായി, ഇടക്കാലമായി. അതാണ് യഥാർത്ഥ വിധി വരുന്നതിന് മുൻപ്
യഥാർത്ഥ വിധി ഇനിയും പുറപ്പെടുവിക്കുന്ന ട്രിബ്യൂണലാണ്. കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് പഴയ വിധിയുടെ ആ പ്രതി ഈ വസ്തുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അത് മറ്റൊരു രൂപത്തിൽ വിൽക്കാനോ കാര്യങ്ങളോ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ഇടക്കാല ഉത്തരവിലൂടെ ആ നടപടി തടയാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അതാണ് എന്തെങ്കിലും വാട്ട് ടൈപ്പ് ഓഫ് ഓർഡർ മേ എ ട്രിബ്യൂണൽ ഇഷ്യൂ, ഏതുതരം ഓർഡർ ആണ് ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോൾ, ടു പ്രിവെന്റ് ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് പെൻഡിങ് ദ ഡിസിഷൻ, നിലവിൽ പെൻഡിങ്ങിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തെ തകർക്കുന്ന രീതിയിൽ, നീതി നിഷേധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ ട്രിബ്യൂണൽ ആ അപ്പീലിന്മേൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കാം. അതിന് പറയുന്ന പേരാണ് ഇന്റർലോക്യുറ്ററി ഓർഡർ ഇഷ്യൂഡ് ബൈ ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതാണ് ഈ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, sir.